ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട കോഴിക്കോട് വടകരയിലെ വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലാണ്. വടകരയിലെ കോളേജ് വിദ്യാർത്ഥികളെയാണ് സംഘം കെണിയിൽപ്പെടുത്തിയത്. 4 വിദ്യാർത്ഥികളെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറത്തുവന്നത്. കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ച് പാസ്ബുക്ക്, ATM വിവരങ്ങൾ ഉൾപ്പെടെ കൈക്കലാക്കിയായിരുന്നു തട്ടിപ്പ്. നിരവധി പേർ കെണിയിൽപ്പെട്ടതായാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടമായവർ മധ്യപ്രദേശ് പോലീസിന് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് യുവാക്കളും വിദ്യാർത്ഥികളും കെണിയിൽപ്പെട്ട വിവരം പുറത്തുവരുന്നത്. തട്ടിപ്പിനിരയായവർക്ക് നഷ്ടമായ പണം കേരളത്തിലുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ച് പാസ്ബുക്ക്, ATM വിവരങ്ങൾ ഉൾപ്പെടെ തട്ടിപ്പ് സംഘം വിദ്യാർത്ഥികളിൽ നിന്നും കൈക്കലാക്കിയിരുന്നു. ഓൺലൈൻ തട്ടിപ്പ് സംഘമായിരുന്നു ഇതിന് പിന്നിലെന്ന് വ്യക്തമായതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. നിരവധി പേർ കെണിയിൽപ്പെട്ടതായും ഇവർ പറയുന്നു. എൻ്റെ ഒരു കമ്പനി കയറേണ്ടായിരുന്നു. ഓനിങ്ങനെ പറഞ്ഞ് അക്കൗണ്ടെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ തരാമെന്നെല്ലാം പറഞ്ഞിട്ട്, അപ്പോൾ ഞാനിങ്ങനെ അക്കൗണ്ടെല്ലാം എടുക്കേണ്ടിയിട്ട് പാൻ കാർഡ് ഇതെല്ലാം സെറ്റാക്കി ഇപ്പോൾ അക്കൗണ്ട് എടുക്കാൻ പോയി. എന്നിട്ട് അക്കൗണ്ടെല്ലാം എടുത്ത് ലാസ്റ്റ് കുറച്ച് എമൗണ്ട് അടിച്ച് അക്കൗണ്ടിൽ ഒരു 7 ലക്ഷത്തി സംതിങ് അക്കൗണ്ടിൽ പൈസ അടിച്ച്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓനൊരു 10 രൂപ കമ്മീഷൻ തരുമെന്ന് പറഞ്ഞ്, അങ്ങനെ 10 രൂപ തരാമെന്നെല്ലാം പറഞ്ഞ് പിന്നെ ഇതുപോലെ കുറേ സീനെല്ലാം വന്നേരാ തിരിയുന്നേ എന്നാ സംഭവം. ഇങ്ങനെ മറ്റേ ഫ്രോഡ് മണിയായിട്ട് തീരുന്ന പൈസ ഇപ്പോൾ ഒരുത്തൻ കൊണ്ടുപോയാൽ ഞങ്ങൾക്കെല്ലാം കാര്യം മനസ്സിലായി. വടകര പോലീസിന്റെ സഹായത്തോടെ 4 വിദ്യാർത്ഥികളെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നാണ് വിദ്യാർത്ഥികളുടെ ആശങ്ക. സംഭവത്തിൽ DYFI നേതാക്കൾ ഇടപെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികളെടുത്ത പിന്നെ കമ്മീഷൻ, അതായത് പോക്കറ്റ് മണി പറഞ്ഞുകൊണ്ട് ഇവരെടുക്കുന്ന ATM ഉൾപ്പെടെ പിന്നെ കൈപ്പറ്റുകയും അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഇവർക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ലക്ഷങ്ങളാണ് വരിക. ആ പൈസക്ക് നിശ്ചിത കമ്മീഷൻ കുട്ടികൾക്ക് നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏറ്റവും പാവപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുട്ടികളൊക്കെ ഈ കെണിയിൽപ്പെടുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 4 ആളുകൾ അവിടെയുള്ള മധ്യപ്രദേശിലുള്ള ഒരാൾ കൊടുത്ത പരാതിയുടെ പുറത്താണ് ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവരെ പിന്നെ തിരുവോണാലോചന ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിനുശേഷം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് വലിയൊരു തരത്തിൽ, അതായത് ഇതിനിടയിൽ പ്രവർത്തിക്കുന്നത് എന്താണ്, മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന് മുന്നിൽ ഈ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു തരത്തിലും ശിക്ഷിക്കപ്പെടാത്ത രീതിയിലേക്കാണ് അതിൽ ഇടപെടൽ. കൂടുതൽ അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽപ്പെടാതിരിക്കാൻ വിദ്യാർത്ഥികൾ ജാഗ്രത പുലർത്തണമെന്ന് അന്വേഷണ സംഘം പറയുന്നു. ന്യൂസ് 18 വടകര.